എല്ലാവരും ഒന്ന് എഴുന്നേക്കടാ. എടാ എടാ പാലിനി ഇറങ്ങും സ്ഥലമെത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ്? ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നു ഡൗവി. എല്ലാവരും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പൊ തുടങ്ങി ഉറക്കവാ. ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നേ. പരിചയപ്പെട്ടോളൂ. ഇതാണ് റോയ്. വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തയും തള്ളയുമില്ല. 6 പെങ്ങന്മാർ കൂടെ ഒറ്റയാങ്ങള അവിവാഹിതൻ. കുട്ടപ്പായി പറഞ്ഞില്ലേ അവിവാഹിതൻ. അത് ഉഷ എന്റെ ഫ്രണ്ടാ, എന്റെ മാത്രം ഫ്രണ്ട്. പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ഐ എം രാജു. പാലുണ്ണി. ഐ എം അനിൽ. ഹലോ അലക്സ്. വരൂ. ഉഷേ ശങ്കരോട് പെട്ടിയെടുത്ത് താത്തു വയ്ക്കാൻ പറയൂ. ശങ്കര, നിങ്ങൾ മുകളിലോട്ട് ചെല്ല്. ചെല്ല്. നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പായി? ഒന്നും പറയണ്ട. ഒരു വള്ളംകളി, അടിപിടിയും കശപിശയും. ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക. നമ്മുടെ പണിക്കരുടെ ആളാ. പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് 1 മാസത്തേക്കൊന്ന് മുങ്ങിക്കോളാൻ DSP പറഞ്ഞു. മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന്. അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കപ്പെടുക വരികയല്ല. യവന്മാരാരുടെ ഈ ചിന്ന കമ്പനി നമ്മുടെ പാർട്ടീസാ, നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഇവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത്. എനിക്ക് പണ്ടും കൊച്ചു പിള്ളേരുമായിട്ടായിരുന്നല്ലോ കമ്പനി. ഞാനും കൊച്ചു പയ്യനല്ലേടാ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വേഗം റെഡിയായിട്ട് വരാം. നീ എങ്ങും പോയിക്കളരുത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഓഫീസാ? எக்ஸ்போர்ட் ஆபீஸ். புது ஸ்டாஃப்ஸ் வரும்போது ராய் முதலாளி எங்க முதலாளி சேர்ந்துதானே இன்டர்வியூ செய்யுന്നത്. ஆனா ஒண்ணு, ராய் முதலாளி ஆபீஸ்க்கு வர மாட்டு. അങ്ങേർക്ക് എക്സ്പോർട്ട് தேவைയുള്ളപ്പം ഇവിടുന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ച് ഡെലിവറി എടുക്കും. അതുതാ എങ്കിലെ തഴക്ക പഴക്കങ്ങൾ. ഇതുതാ എങ്ങളുടെ ഓഫീസ്. ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. എങ്ങളുടെ സ്റ്റാഫാ. ഒന്ന് കേറിയിട്ട് പോണോ? അളിയത് മറ്റേ കേസാ. മുത്തുവണ്ണ അളിയത് സ്ഥലം മറ്റേതാ. ഈ മുത്തുവണ്ണ നല്ല സ്നേഹമുള്ളവരല്ലയോ, പാവം. അതാണ്. കിടക്കുമോ? കിടക്കും. ആനാ ഇത് വന്ന് ഓൾഡ് സ്റ്റോക്ക്. 3-4 പുതിയ സ്റ്റാഫ്സ് വന്നിട്ടുണ്ട്. അവങ്ക് സൺഡേ കഴിഞ്ഞ വരൂ. നീங்க കൊഞ്ചം കൂടി ഇരുട്ട് കൂടിയിട്ട് വാങ്ങ സാറന്മാർ. അയ്യോ മുത്തുവാ, നമുക്കൊന്ന് കൂടാ. അല്ലല്ലോ ഒരു കാര്യം, നിങ്ങൾ നടന്നു. ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ അല്ല, ഇത് വേറൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാ. എങ്ങോട്ടാ മോളെ? മാർക്കറ്റിൽ പോയായിരിക്കും. അതെ. അത് ശരി. അയ്യോ, ഈ മോളെ ഏതാ? ഇത് നിങ്ങളുടെ സ്റ്റാഫിൽപ്പെട്ടാണോ? ഇല്ല, എങ്ക സ്റ്റാഫിന്റെ മോളാ. അമ്മയുടെ മോളെ അശ്വതി. അശ്വതി. സംഗതി കൊള്ളാലോ. അല്ല, ഇതിനെന്താ നിങ്ങളുടെ സ്റ്റാഫ് എടുക്കാഞ്ഞേ? അയ്യോ, എടുക്കാഞ്ഞിട്ടാണോ സാറേ? ഒരു ഇന്റർവ്യൂവിന് പോലും അമ്മ വിടില്ലല്ലോ. പൊന്നുപോലെ വളർത്തുകയല്ലേ. പിന്നെ പറമ്പർ ഇതല്ലേ സാറേ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എങ്ക സ്റ്റാഫിൽ എത്തും. പിന്നെ നിങ്ങളെ പോലെ പയ്യന്മാരുണ്ടല്ലോ, ഒന്ന് ധൈര്യമാ മുട്ടി നോക്കണം സാറ്. മുട്ടി നോക്കട്ടെ മുത്തു. ധൈര്യമായിട്ട് മുട്ടി നോക്കണം. അവള് വരുന്നുണ്ട്. വേണപ്പാ. കലക്കി. നല്ല അസൽ പാണ്ടി. എന്നെ കണ്ടവർ തമിഴിൽ കൊണ്ടുവരേ. കൊണ്ടടാ, വേഗം ചെല്ല്. അശ്വതി കുട്ടി.
എന്നെ നിനക്ക് മനസ്സിലായില്ലേ? ആ, എങ്ങനെ മനസ്സിലാവാനാ? ഇത്രയുള്ളപ്പ പിരിഞ്ഞില്ലേ? തേനിയിലുള്ള ശങ്കരമ്മാവനെ പറ്റി അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലേ? ശങ്കരൻ ആ, നീ അമ്മണിച്ചിരിയുടെ മോളല്ലേ? അതെ. ഈ അപ്പുക്കുട്ടൻ ചേട്ടനെ നീ അങ്ങ് മറന്നു. നീ ഓടിച്ചേ. അമ്മണിച്ചിട്ട വീട്ടിലുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. വന്നതാണ്. വരാതിരിക്കുന്ന നല്ലത്. അല്ല, നമുക്ക് ചിറ്റയൊന്ന് പറ്റിക്കണം. നിനക്കെന്നെ മനസ്സിലാകാത്ത സ്ഥിതിക്ക് ചിറ്റയ്ക്കും എന്നെ മനസ്സിലാകാതിരിക്കാനാണ് സാധ്യത. ഇതാ മുത്തു പറഞ്ഞത് നേരാ, എവള് വീഴും ഉറപ്പാ. പിന്നെ അശ്വതിക്കുട്ടി, ഞാൻ അച്ഛനുമായിട്ടൊന്ന് ഉടക്കി. അതാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന്. അശ്വതിക്കുട്ടി അല്ലാതെ ഈ ജന്മത്ത് വേറൊരു കല്യാണം വേണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ചിന്ന വയസ്സിലെ മനസ്സിക്കുള്ള വന്ന ഒരു ആസതാനെ. തേനിയിലായതുകൊണ്ടേ മലയാളത്തിനിടയ്ക്ക് തമിഴ് കയറി വരും. അതുതാ എന്നോട് പഴക്കം. അശ്വതിക്കുട്ടി, എന്നെ ഞാൻ പറയുന്നേ എൻ കണ്ണ്, എൻ മൂക്ക്, എൻ പല്ല് ഞാൻ ഇളന്തപ്പഴം വാങ്ങിത്തരേ. അശ്വതിക്കുട്ടി കൊഞ്ചം നില്ല്. എൻ റോസാപ്പൂ റൗക്കക്കാരി വാസമലരെ നില്ല്. ഞാൻ പറയുന്ന കേക്ക്. ഞാൻ ഇളന്തപ്പഴം വാങ്ങിത്തരേ, നിജമാ വാങ്ങിത്തരേ. അശ്വതിക്കുട്ടി, ഇതാരടി? നിങ്ങളാരാ? ഞങ്ങള് ബന്ധുക്കളാ. കാണിക്കാതെ പറഞ്ഞു കൊടുക്കടി. ഞാൻ നിന്നെ കെട്ടാമെന്ന് മുറച്ചെടുക്കാനാണ്. ആരടി ഇവൻ? അയ്യോ, എനിക്കറിയില്ല അമ്മേ. അമ്മേ? അയ്യോ, അമ്മണി ചിറ്റ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? തേനിയിലുള്ള അപ്പുക്കുട്ടമ്മാവന്റെ മകൻ ശങ്കരമ്മാവൻ. അല്ല, ശങ്കരമ്മാവന്റെ മോൻ അപ്പുക്കുട്ടൻ. അന്ന് ചിത്ത ഇത്രേ ഉള്ളു. അയ്യോ, അല്ല, ഞാൻ എന്തിനാ ഇപ്പൊ എടുക്കുന്നത്? അയ്യോ, അയ്യോ, ഓടിക്കോ. ഹലോ, ആരാ? ബാങ്ക് മാനേജരോ? ബാങ്ക് മാനേജരാ. പ്ലീസ് ഹോൾഡ് ഓൺ. ഞാൻ അകത്ത് പോണല്ലേ? പോണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റോയിയാണ്. സാർ 2 ദിവസത്തേക്ക് കൂടി ക്ഷമിക്കണം. എന്റെ ഫൈനാൻഷ്യർ ഇന്ന് രാത്രി ഇവിടെ എത്തും. തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ മുഴുവൻ തുകയും ഞാൻ തിരിച്ചടയ്ക്കാം. ശരി ശരി സാർ, എല്ലാം എനിക്കറിയാം സാർ. ഏറിയാൽ ചൊവ്വാഴ്ച. ഇനി ഞാൻ അവധി പറയില്ല. ശരി സാർ. കേട്ടിട്ട് തമാശ തോന്നുന്നു. ആ തമിഴൻ ദേവരെ ഇത്രയ്ക്ക് പൂതി ഇളകി കളഞ്ഞ പെണ്ണ് അവൾ ആരാ? അശ്വതി. 55 വയസ്സ് കഴിഞ്ഞ തേവർക്ക് ആ കൊച്ചു പെണ്ണിനെ കീപ്പായിട്ട് വെക്കണം. അത് ഇടപാടാക്കി കൊടുത്താൽ എന്റെ കടം കുറച്ചു നാളത്തേക്ക് കൂടി നിർത്തിത്തരും. അപ്പൊ ഞാൻ ആരാടാ? ദിവംഗതനായ ഇരിപ്പുങ്കൽ വർക്കിയുടെ മോനാരാ? ബ്രോക്കർ റോയി. അതും ഒരു അൺസക്സസ്ഫുൾ ബ്രോക്കർ. பக்காளி வெட்டிடுவேன். அந்த பொண்ணை செட்டப் பண்ற 4 தடவை சொன்னேன். செஞ்சியா? മുതലാളിന്റെ ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കണം. ഇനി അത് നടന്നില്ലെങ്കിൽ കുറച്ച് പണമെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച പണமா? ஏண்டா விளையாடுறியா? கொஞ்சம் பணமா எனக்கு நீ கொடுக்கணும். எவ்வளவு பணம் கொடுக்கற தெரியுமா? പതുക്കെ. നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകളുണ്ട്. എന്നെ അവമാനിക്കരുത്. இந்த பதுக்குகளுக்கெல்லாம் பேச எனக்கு தெரியாது. நான் சத்தம் போட்டு தான் பேசுவேன். நீ 1 நம்பர் ஃப்ராடுன்னு எல்லாருக்கும் தெரியட்டும். ஐயர வெட்டி தரையா? சரியா சீக்கிரம். பாத்தியாடா, நீ உங்க அப்பனுமா எனக்கு எழுதி கொடுத்த கடன் பத்திரம் உங்க எஸ்டேட் பூரா திருப்பி கொடுத்தாலும் என் கடனை அடைக்க முடியாதுடா. உங்க கடனை எப்படி வசூல் பண்றதுன்னு எனக்கு தெரியும். உங்க அக்கா தங்கச்சிங்களுக்கு சீதனமா எழுதி கொடுத்தீங்க சொத்து, அதையும் சேர்த்து அமைக்கிருவேன். திருட்டு ராஸ்கல். எடியா போட்டியா? മുതലാളി പ്ലീസ്. டேய், உனக்கு கொஞ்சம் டைம் கொடுக்கறேன். அது கூட உனக்காக இல்ல, உங்க அப்பனுக்காக. இன்னைய ராத்திரியும் நாளைய பகலும் அதுக்குள்ள. டேய், ஊர்ல வேற பொண்ணே கிடைக்கலன்னு இல்லடா. தேவர் ஒரு பொண்ணை நினைச்சிட்டா அதை முடிச்சிடணும். அது ஏன் பழக்கம் இல்லடா, என் பரம்பரை பழக்கம்.
பாப்பா நல்லா இருக்கிறியாம்மா? ഈ പാവി എല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലായി. നമുക്കിവിടെ നിക്കക്കളിയില്ലെന്നാ തോന്നുന്നു. റോയിയെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാ. ഒന്നുമില്ലല്ലോ, അഭയം തന്നല്ലേ. എങ്ങനെ? പറയാം.